എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതും സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള കാച്ചിയ മോരാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നല്ല മൺചട്ടിക്കകത്ത് തയ്യാറാക്കി അത് നല്ല ഭരണിക്കകത്തൊക്കെ ഒഴിച്ച് വെച്ച് കാച്ചിമോര് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ഇച്ചിരി തൈരാണ് കാച്ചിമോരിന് നല്ലത്. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് ഇട്ടു, മഞ്ഞൾ, അല്പം കായം, അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിനിടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതൊന്ന് ചോപ്പ് ചെയ്തിടുന്നതാണ് നല്ലത്. അപ്പം മോരിന് നല്ല മണം ഇപ്പം തന്നെ വരും അത് കലക്കുമ്പം തന്നെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. നന്നായി ഇച്ചിരി തിക്കായിട്ട് കാച്ചിമോര് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. വെള്ളം നിങ്ങൾക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ആവശ്യമുള്ളതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആകുന്ന അത്ര നല്ലതല്ല. അതുപോലെ തന്നെ തൈരും കുറച്ച് കട്ടിയുള്ള തൈര് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പീരയും വെള്ളവും പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് തീ കത്തിച്ചു. ചട്ടി ഞാനങ്ങ് വെച്ചു. മൺചട്ടിയിലാണ് കാച്ചിമോര് കാച്ചുന്നത് നല്ലത്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. അല്പം ഉലുവായിട്ട് നമുക്കൊന്ന് പൊട്ടിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ കടുകിട്ടു. പിന്നെ വേണ്ടത് ഒരല്പം ജീരകം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ. പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതോ ചെറുതായിട്ട് അരിഞ്ഞതോ ഇടാം. വെളുത്തുള്ളി ഒന്ന് മൂത്താലൊരു പ്രത്യേക മണമാണ്. അതുപോലെ തന്നെ അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതൊന്ന് ഫ്രൈ ചെയ്ത് കിടക്കുന്ന കണ്ടാൽ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതിലേക്ക് പിന്നെ ഇഞ്ചി ഇട്ടു. പിന്നെ നമ്മൾ കൊച്ചുള്ളി ഇട്ടു. കൊച്ചുള്ളി നന്നായിട്ട് മൂക്കണം, ഇല്ലെങ്കിൽ മോര് പെട്ടെന്ന് അഴുക്കായിപ്പോവും. ഇനി നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് കൊച്ചുള്ളി ഇടണ്ടെങ്കിൽ വേണ്ട, അത് കുഴപ്പമില്ല, ഓപ്ഷണലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കരിയാതെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് മൂത്ത് വരണം. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ടു, 2 കറിവേപ്പില. അതിങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ ഒടുവിൽ. ആദ്യമേ എണ്ണയ്ക്കകത്ത് കറിവേപ്പില ഇടരുത്, അതങ്ങ് മൂത്ത് പോവും. അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോര് ഒഴിച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ട് ഇങ്ങനെ കിടക്കണം മോര്. ഇനി നമ്മൾ ആ പാത്രം കൂടെ കഴുകി അല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാമല്ലോ. ഒരുപാട് മോര് നീണ്ടു കിടന്നു കഴിഞ്ഞാൽ അതൊരു രസമില്ല കറിക്ക്. ചോറ് പിടിക്കത്തില്ലത്, രസം പോലെ കിടക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി. അതുപോലെ തന്നെ മോര് വെച്ച് തിളപ്പിക്കാൻ പാടില്ല. ഈ തടി കൊണ്ടുള്ള തവിയോ അല്ലെങ്കിൽ സ്പാറ്റിലോ ഉപയോഗിച്ചാൽ നല്ലതാണ്. നമ്മൾ ഈ മോര് കറക്റ്റായിട്ട് ചൂടാകുന്ന ഉടനെ ഈ തവിയിൽ നിന്നും ആവി വരും. അപ്പോൾ നമുക്കറിയാം ഇത് കറക്റ്റായിട്ട് ഇതായി. ആ ആവി വന്നതിന് ശേഷം പിന്നെയും നമ്മൾ തീ ഓഫ് ചെയ്യാതെ ഇരുന്നാൽ മോര് പിരിഞ്ഞു പോകും. കണ്ട ഇപ്പോൾ തവിയെന്ന് ഇത് വരുന്നുണ്ട്. ഞാനപ്പോൾ തീ ഓഫ് ചെയ്തു. എന്നിട്ട് ഒരു ശകല സമയം കൂടെ ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം. കാര്യം പിരിഞ്ഞു പോകാതെ, പ്രത്യേകിച്ച് ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് കാണും. പിന്നെ കളർ കുറവാണെങ്കിൽ നമുക്കൊരല്പം മഞ്ഞളും കൂടി ഇടാം. ഇനി അതിലേക്ക് ഒരല്പം കായം കൂടി ഇട്ടു. അതൊരു മണത്തിന് വേണ്ടി ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നല്ല സ്മെല്ലാണത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യരുത്, അൺസബ്സ്ക്രൈബ് ആയിപ്പോവും. അതും ശ്രദ്ധിക്കണം. ഒരുപാട് ഒത്തൻറ്റിക് റെസിപ്പീസ് ഞാൻ ആ ചാനൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. അതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.